പ്രധാനപ്പെട്ട ഒരു രാവാണ് റജബ് 27-ാം രാവ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നാമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ മുൻകാലങ്ങളിൽ ഹൃദ്യസ്ഥമാക്കിയിട്ടുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ചരിത്രങ്ങൾ, അതിന്റെ വസ്തുതകൾ, പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജ് എന്ന ഈ അനുഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല ആദരവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് പരിശുദ്ധമായ റജബ് 27-ാം രാവിലാണ്. ആ നിലക്ക് ഇന്ന് നമ്മിലേക്ക് കടന്നു വരുന്ന ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹിജ്റയുടെ ഒരു വർഷം മുമ്പാണ് ഇസ്രാ മിഅ്റാജ് നടന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഅസത്തിന്റെ കാലഘട്ടം വളരെയേറെ പ്രതിസന്ധിയും പ്രയാസവും നിറഞ്ഞ ആ 13 വർഷം മക്കയിൽ ജീവിച്ച, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ കൃത്യം ഒരു വർഷം മുമ്പാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന വലിയ മുഅ്ജിസത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്രായിലെയും മിഅ്റാജിനെയും കുറിച്ച് നാം ഒന്ന് പഠന വിധേയമാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയ ഒരു വസ്തുതയുണ്ട്. കാരണം ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് കേവലം ഒരു നമസ്കാരം നിർബന്ധമാക്കാൻ അല്ലാഹുവിൽ നിന്ന് നമസ്കാരം വാങ്ങിക്കാൻ പോയ ഒരു പോക്ക് മാത്രമല്ല, വലിയ ഒരു ഉദാത്തമായ ഒരു നിമിഷമാണ് ഇസ്രാ മിഅ്റാജിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമും മക്കയുടെ തെരുവോരങ്ങളിൽ വളരെയേറെ പീഡനം അനുഭവിച്ചു കൊണ്ടുപോകുന്ന, വളരെയേറെ പ്രയാസപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ജീവിതത്തിന്റെ ഭാഗമാക്കിയതിന്റെ പേരിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശ്വസിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ചേർന്ന് നിന്നതിന്റെ പേരിൽ കൊടിയ അക്രമം